ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് മഴയൊക്കെ മാറിയതല്ലേ, അപ്പോൾ ചെടികൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ വളമായിട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇന്ന് വിരിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സുന്ദരികൾ കേട്ടോ. ഇത് നമ്മുടെ പീച്ച് റോസാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡാലിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഡാലിയ കാണാനായിട്ട്. ഇത് നമ്മുടെ ബട്ടൺ റോസാണ് കേട്ടോ. റോസ് കളറുള്ള ബട്ടൺ റോസാണ്. ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ വലിയ കീടാണുക്കളുടെ ശല്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണകം 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നല്ലപോലെ നമ്മുടെ ചെടികളുടെ ചുവട്ടിലൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് നല്ലപോലെ വളർച്ച കിട്ടാനും അതുപോലെ തന്നെ നല്ലപോലെ പൂക്കളും കായ്ക്കളൊക്കെ ഉണ്ടായി അടിപൊളിയായിട്ട് വളരാൻ പറ്റിയൊരു വളം തന്നെയാണ് കേട്ടോ. ചാണകം എപ്പോഴും നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ 2 ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ഇഫക്റ്റീവാണ് കേട്ടോ നമ്മുടെ ചെടികൾക്കൊക്കെ. നമ്മുടെ റോസ് ചെടികളിലൊക്കെ നല്ല പോലെ പൂവൊക്കെ ഇടാൻ വളരെയധികം എഫക്റ്റീവാട്ടോ ഇത്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും തന്നെ ചെടികൾക്ക് കൊടുക്കാതെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു നോക്കാൻ വിചാരിച്ചിട്ടാണ്. മഴയത്ത് നമ്മൾ വളം കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ. ചെടികൾ വലിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെയിൽ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ പച്ചക്കറികൾക്കും ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ നല്ലപോലെ റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ നിപ്പ വൈറസിൻ്റെ ന്യൂസൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പരമാവധി പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ മാസ്ക്, സാനിറ്റൈസർ പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഞങ്ങളുടെ പാലക്കാട് ജില്ല ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്താണ് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. ഞങ്ങളുടെ തൊട്ടടുത്താട്ടോ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക കേട്ടോ. ഈ പ്ലാന്റ് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് അടിയിൽ നിന്നൊക്കെ ഇതിൻ്റെ ലീഫ് വന്നിട്ട് അടിയിലായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതൊക്കെ പിരിച്ച് കുഴിച്ചിടണം കേട്ടോ. ഇതിലെ ഒട്ടുമിക്ക പ്ലാന്റുകളും ഇതുപോലെ തന്നെ മാറ്റി നടാനായിട്ടുണ്ട്. അതൊക്കെ ഇനി ചട്ടി വാങ്ങിയിട്ട് അതിലേക്കൊക്കെ നടാനാണ്. ഇത് നമ്മുടെ മെലസ്റ്റോമയാണ് കേട്ടോ. അത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. പരമാവധി നമ്മുടെ ഹോം മെയ്ഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് വളരെയധികം എഫക്റ്റീവാണ് കേട്ടോ. അത് കൊടുക്കുമ്പോൾ നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ അതുപോലെ തന്നെ 15 ദിവസത്തിലോ ഒക്കെ കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചെടികൾ കൊണ്ടുവന്ന് നട്ടിട്ട് അതിലേക്ക് നോക്കാതെ ഇരുന്നിട്ട് പൂവുണ്ടാകും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം അവർക്ക് വേണ്ട കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് പൂവും അതുപോലെ തന്നെ നല്ല ഗ്രോത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.